ഹലോ ഗായ്സ്, അങ്ങനെ ഒരു വലിയ ഹൈപ്പ് ഏറിയ പടത്തിന്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇറങ്ങിയ ട്രെയിലറിന്റെ റിയാക്ഷൻ ആണ്. അതെ, കൂലി പടത്തിന്റെ ട്രെയിലർ റിയാക്ഷൻ ആണ്. അപ്പൊ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നി, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ഭയങ്കര സംഭവം, ഒരു ഭയങ്കര ഹൈപ്പ്, നമുക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ത്വര കയറി ഇപ്പൊ നാളെ പടം ഇറക്കിയ പോയി കാണാം, അങ്ങനത്തെ ഭയങ്കര ഒരു സംഭവം ഫീൽ ചെയ്യുമല്ലോ. ഒരു അത്ര ഹൈപ്പ്, അത്ര ലെവലിനോട് കൂടിയുള്ള ട്രെയിലർ അല്ലായിരുന്നു. എനിക്ക് പേഴ്സണലി ആഗ്രഹിച്ചത് ഇതുപോലത്തെ ട്രെയിലറാണ് ഈ പടത്തിന്. കാരണം ഈ പടത്തിന് ഓൾറെഡി ഒരു ഒടുക്കത്തെ ഹൈപ്പാണ്. അപ്പൊ ഈ ട്രെയിലറും ചുമ്മാ ഹൈപ്പ് ഏറിയ സാധനം ഇട്ട് വെറുതെ ഓവർ ഹൈപ്പ് ഏറി നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് ആ ഹൈപ്പിന് എന്താ ഒന്നും കിട്ടത്തില്ല. അതിനേക്കാൾ ഇതുപോലെ ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ ആയിട്ട് ഒരു സാധനം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ ലെവലിന് ഹൈപ്പ് അങ്ങ് നിൽക്കുക. അപ്പൊ നമ്മൾ പടം കാണുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാധനം കിട്ടും. അതാണ് വേണ്ടത്. ആ ഒരു സാധനമാണ് വേണ്ടത്. അത് എന്തായാലും ലോക്കി നൈസായിട്ട് അത് ഡീൽ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിലെ കാസ്റ്റിംഗ് തന്നെ അമ്മാതിരി ഹൈപ്പ് ഏറിയ കാസ്റ്റിംഗ് ആണ്. നാഗാർജുന, സൗബിൻ, സൂപ്പർ സ്റ്റാർ രജനി, ഹിന്ദിന്ന് അമീർ ഖാൻ, പിന്നെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു വമ്പൻ താരനിരയുള്ള ഒരു പടം. അപ്പൊ ഈ പടത്തിന് അമ്മാതിരി ഹൈപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ട്രെയിലർ ഇതുപോലത്തെ സാധനമാണെങ്കിൽ നമുക്ക് പടം എന്തായാലും ഇത് ലോക്കിയുടെ സംഭവമായിരിക്കും. സർട്ടിഫിക്കറ്റും കൂടെ ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം പക്ക വയലൻസ് സംഭവം തന്നെ ആയിരിക്കും. അത് തിയേറ്ററിൽ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചുമ്മാ ട്രെയിലറിൽ കണ്ട് ആ സുഖം കളയുന്നതിനേക്കാളും ഇത് തന്നെയാണ് നല്ലത്. ഒരുപാട് പേര് ഇങ്ങനെ ട്രെയിലർ പോരാ, അത്ര ഹൈപ്പ് കയറിയില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് നല്ലത്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ പടത്തിന്റെ നല്ല ഏതൊരു പടത്തിന്റെ ആയാലും ട്രെയിലറിൽ ചുമ്മാ ഉള്ള നമുക്ക് പടത്തിൽ നിന്ന് കിട്ടുന്ന ഹൈ മൊമെന്റ്സും എല്ലാം എടുത്ത് ചുമ്മാ ട്രെയിലറിലിട്ട് തിയേറ്ററിന് ആ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുന്നതിനേക്കാളും ഇങ്ങനെയുള്ള സിമ്പിൾ സാധനം ഇറക്കി വിട്ട് തിയേറ്ററിൽ നമ്മൾ പടം കണ്ട് അപ്പം കിട്ടുന്ന ഒരു സംഭവം, ആ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ വെറുതെ ട്രെയിലർ കണ്ട് നശിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അത്രേ ഉള്ളൂ. ട്രെയിലർ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ. മ്യൂസിക് ഒന്നും, എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഭയങ്കര സംഭവമായിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പടത്തിന്റെ ഒരു സംഭവം പോലെ ചുമ്മാ എല്ലാവരും ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാവരും ക്യാരക്ടർ എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ട്രെയിലായിരുന്നു. കൂടുതലൊന്നും കാണിച്ചില്ല, അത് നന്നായി. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് പടം ഓഗസ്റ്റ് 14 കണ്ട് നോക്കാം, കണ്ടിട്ടറിയാം എങ്ങനെയാണ് ലോക്കി പണി വെച്ചിരിക്കുന്നതെന്ന്.